എന്തെങ്കിലും ട്രെൻഡി ആയിട്ട് ഉണ്ടാക്കണം എന്നൊരു മോഹം വന്നപ്പോൾ പെട്ടെന്ന് മനസ്സിൽ ഓടിയെത്തിയത് ഒരിക്കൽ മാത്രം കഴിച്ചിട്ടുള്ള സ്ട്രോബെറി ചോക്ലേറ്റ് ഉണ്ടാക്കാം എന്നാണ്. ഇപ്പോഴും അതിൻ്റെ ടേസ്റ്റ് നാവിലുള്ളതുകൊണ്ട് അത് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മതി. ഒരു ഡാർക്ക് ചോക്ലേറ്റ്, ഒരു വൈറ്റ് ചോക്ലേറ്റ്, പിന്നെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ സ്ട്രോബെറി. ഡാർക്ക് ചോക്ലേറ്റും വൈറ്റ് ചോക്ലേറ്റും ഡബിൾ ബോയിലിംഗ് വഴി മെൽറ്റാക്കുക. അതെല്ലാവർക്കും അറിയാം. വെള്ളം തിളപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു പാത്രം വെച്ചിട്ട് ചോക്ലേറ്റിനെ അതിലേക്ക് ഇട്ടിട്ട് മെൽറ്റ് ചെയ്യുക. ഇനി ഡാർക്ക് കോമ്പൗണ്ടും വൈറ്റ് കോമ്പൗണ്ടും ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട. ഒരു ഡെയറി മിൽക്കും ഒരു മിൽക്കി ബാറും മാത്രം മതി. എന്നിട്ട് നമ്മുടെ സ്ട്രോബെറി എടുത്തിട്ട് നടുവേ മുറിച്ചിട്ട് ഒരു ചെറിയ പീസ് ചോക്ലേറ്റ് കഷ്ണം അതിൽ വെച്ചിട്ട് ഒരു സ്റ്റിക്ക് വെച്ച് കുത്തി വീണ്ടും ചോക്ലേറ്റ് മെൽറ്റാക്കിയതിൽ ഡിപ്പ് ചെയ്ത് വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുമ്പോൾ നമ്മൾ കഴിക്കുമ്പോൾ നടുക്കിരിക്കുന്ന ചോക്ലേറ്റിൻ്റെ ഒരു ക്രഞ്ചിനെസ്സും സ്ട്രോബെറിയുടെ ഒരു ചെറിയ പുളിയും പുറത്തെ ചോക്ലേറ്റ് കവറിങ്ങിൻ്റെ ഒരു സ്വീറ്റ്നെസ്സും എല്ലാം കൂടെ ഒരു കോമ്പിനേഷൻ ടേസ്റ്റാണ് നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഞാൻ കഴിച്ചപ്പോൾ സ്ട്രോബെറിയെ വെറുതെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് കവർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഈ ഒരു ഐഡിയ എൻ്റെ വലിയ ബുദ്ധിയിൽ തോന്നിയ ഒരു ചെറിയ ഐഡിയ ആണ്. നടുക്കോട്ടൊരു ചോക്ലേറ്റ് പീസൂടെ വെച്ചാലോ എന്ന്. അങ്ങനെ വെച്ച് അത് കഴിച്ചപ്പോൾ എനിക്ക് ആദ്യം കഴിച്ചതിലും കുറച്ചുകൂടെ ടേസ്റ്റായിട്ട് തോന്നിയത് ഇതാണ്. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റിൽ മുക്കിയ എല്ലാ സ്ട്രോബെറി എടുത്ത് ഞാൻ ഒരു തൊപ്പി പോലെ ഡാർക്ക് ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്തു. ഇനി ഡാർക്ക് ചോക്ലേറ്റിൽ കവർ ചെയ്ത സ്ട്രോബെറീനെ എടുത്തിട്ട് വൈറ്റ് ചോക്ലേറ്റിലേക്ക് തൊപ്പി പോലെ ഡിപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരു ഭംഗിയുണ്ട് കാണാൻ, കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. നോക്കിക്കേ, ഒരു കപ്പിലിട്ട് വെച്ചപ്പോൾ എന്താ ഭംഗി കാണാൻ. അതുപോലെ തന്നെയാണ് ഇത് കഴിക്കാനും. നോക്കിക്കേ, ഒന്ന് ബൈറ്റ് ചെയ്തിട്ട് അതിൻ്റെ പകുതി സ്ട്രോബെറിയും അകത്ത് ചോക്ലേറ്റിൻ്റെ പീസും പുറത്തെ കവറിങ്ങും എന്താ രസം. അതേപോലെ കഴിക്കാനും ടേസ്റ്റിയാണ്. കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും നിങ്ങളിത് ഉണ്ടാക്കണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.